കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിൻ്റെ ഒരു വലിയ വാർത്ത കേരളത്തിൽ ചർച്ചയാകുന്നു. വിവിധ മാധ്യമങ്ങൾ അത് ചർച്ചയാകുന്നു. കേരളത്തിലെ ഒരു കോൺഗ്രസ് MP BJP-യിലേക്ക് ചേരുന്നു എന്നുള്ള വാർത്തയാണ്. ഇതിന് തൊട്ടു പിന്നാലെ അത് നിഷേധിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് MP കോൺഗ്രസ് നേതാവ് രംഗത്തെത്തുകയുണ്ടായി. ഇതിൽ പറയുന്നത് പേര് ശശി തരൂരാണ് എന്നാണ് വിവിധ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ഇതിനു മുൻപും ശശി തരൂർ BJP-യിൽ ജോയിൻ ചെയ്യുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡുമായി കടുത്ത ഭിന്നതയിലാണ് ശശി തരൂർ. രാഹുൽ ഗാന്ധിയെ കാണുവാനായി കഴിഞ്ഞ ഒരു വർഷമായി ശ്രമിക്കുന്ന ശശി തരൂരിന് ഒരു അപ്പോയിൻമെൻറ്റ് നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല ഇതുവരെ. അതുമാത്രവുമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞാ ദിനത്തിൽ ശശി തരൂർ വിദേശത്തേക്ക് പോയതും രാഹുലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ശശി തരൂരിനെതിരെ യോഗം ചേർന്നതായ വാർത്തയും വരുന്നു. പക്ഷേ BJP-യുടെ സംസ്ഥാന ഘടകം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അതിനിടയിൽ K. സുരേന്ദ്രൻ ദില്ലിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നൊരു വാർത്തയും പുറത്തു വരുന്നു. ഏതായാലും ശശി തരൂർ BJP-യിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് MP സ്ഥാനം രാജിവെക്കേണ്ടതായി വരും. കാരണം കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച ശശി തരൂർ BJP-യിൽ ജോയിൻ ചെയ്താൽ സ്വാഭാവികമായി MP സ്ഥാനം രാജിവെക്കണം. അങ്ങനെ രാജിവെച്ചാൽ അവിടെ കഴിഞ്ഞ തവണ 15,000 വോട്ടിന് മാത്രം തോറ്റ രാജീവ് ചന്ദ്രശേഖറിന് വീണ്ടും സാധ്യതകൾ തെളിയുകയും ആ സീറ്റ് ഇത്തവണ BJP-ക്ക് നിഷ്പ്രയാസം ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള കണക്കൂട്ടലിലാണ് BJP-യുടെ ചില വൃത്തങ്ങൾ. ഏതായാലും ഈ ശശി തരൂർ മുൻപും ഇത്തരം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി സീറ്റ് നേടുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും BJP-ക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ശശി തരൂരിനെ പോലെ തലയെടുപ്പുള്ള ഒരു നേതാവ് BJP-യിൽ ചേർന്നാൽ ഇപ്പോൾ നടക്കുന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് അല്പം ക്ഷീണം സംഭവിക്കും. അതായത് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരും ഇപ്പോൾ BJP-യിലേക്ക് ചേരുന്നില്ല, BJP-യിലുള്ളവർ തങ്ങളിലേക്ക് വരികയാണെന്ന്. അത് പൊളിക്കാൻ BJP-ക്ക് കഴിയും. ഒപ്പം തന്നെ അസ്വസ്ഥരായി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തമായൊരു സന്ദേശം ഇതുമൂലം നൽകാൻ കഴിയും. ഇത് തന്നെയാണ് മുൻപ് അനിൽ ആന്റണിയുടെ കാര്യത്തിലും മറ്റുമൊക്കെ BJP സ്വീകരിച്ചിരുന്നത്. അതായത് പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, ദേശീയ തലത്തിൽ അത് വലിയ ചർച്ചയാക്കുക. മുതിർന്ന കോൺഗ്രസ് നേതാവ് BJP-യിലേക്ക് ചേർന്നു എന്നുള്ളത് അത് മറ്റ് സംസ്ഥാനങ്ങളിലെ അസ്വസ്ഥരായ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു സൂചന നൽകുക. ഒപ്പം തന്നെ കോൺഗ്രസ് ദുർബലമാകുന്നു എന്നൊരു സൂചന കൂടി അതുമൂലം നൽകാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.